സൊല്യൂഷൻ ചാനലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡുകൾ എന്ന് പറയുന്നത് ക്യാപിറ്റൽ മാളിലെ കണ്ണൂരിലെ തന്നെ ഒരു ഹൃദയഭാഗം എന്ന് വിശേഷിപ്പിക്കുന്ന ക്യാപിറ്റൽ മാളിലുള്ള ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റിൽ വെച്ചിട്ടാണ് പ്ലസ് ഓർ മൈനസിൻ്റെ എപ്പിസോഡുകൾ ചിത്രീകരിച്ചത്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ ദിവസങ്ങളിലും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഓഫറുകളും ഒക്കെ ആയിട്ടാണ് ഇവിടുത്തെ കസ്റ്റമേഴ്സിന് മുമ്പിലേക്ക് ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് എത്തുന്നത്. ഓരോ ദിവസങ്ങൾ സ്പെഷ്യൽ, ഓരോ ദിവസങ്ങൾ ഓരോ വെറൈറ്റി വ്യത്യസ്തമായിട്ടുള്ള ഓഫറുകൾ. കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ ഈ ക്രോക്കറി ഐറ്റംസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ക്രോക്കറി ഐറ്റംസിലൊക്കെ ഏതാണ്ട് 1500-ലധികം രൂപ വരുന്ന ക്രോക്കറി ഐറ്റംസിന്, സ്പെഷ്യൽ ഐറ്റം പ്രത്യേകിച്ചും കുക്കർ പോലുള്ള ഐറ്റംസിനൊക്കെ ഏതാണ്ട് 499 രൂപ മാത്രം ഓഫറിലൂടെയാണ് കിട്ടുന്നത്. ഇങ്ങനെ ഓരോ പ്രൊഡക്റ്റുകൾക്കും ഓരോ ദിവസങ്ങളിൽ ഒരുപാട് നല്ല നല്ല ഓഫറുകളാണ് ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ക്യാപിറ്റൽ മാളിലുള്ള ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റിൽ വെച്ചിട്ടാണ് പ്ലസ് ഓർ മൈനസിൻ്റെ ഈ എപ്പിസോഡ് ഞങ്ങൾ ചിത്രീകരിക്കാൻ പോകുന്നത്. നല്ല എന്താ പറയുക സമയമാണ്. ഒരു ഉച്ച കഴിഞ്ഞാൽ ഒരു നല്ല തിരക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സുന്ദരമായിട്ടുള്ള ഒരു ഹൈപ്പർ മാർക്കറ്റാണ് ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് ക്യാപിറ്റൽ മാളിൽ കഴിഞ്ഞ 8 വർഷമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു സുന്ദരമായിട്ടുള്ള ഹൈപ്പർ മാർക്കറ്റ്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിനെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഞങ്ങൾ എപ്പിസോഡ് ചിത്രീകരിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ ഒരു വിഷമം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2 എപ്പിസോഡ് ഞങ്ങൾ ചിത്രീകരിച്ചെങ്കിൽ പോലും ഒരു വിജയെ, അല്ലെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് റേറ്റ് എഴുതിയിട്ടിട്ട് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു വിജയം നമുക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളത് ഒരു ചെറിയൊരു വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ എന്തായാലും ഈ ഒരു എപ്പിസോഡിലും തീർച്ചയായിട്ടും നല്ലൊരു വിജയം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത്. പ്ലസ് ഓർ മൈനസിൻ്റെ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യ ടീം ഇവിടെ എത്തിയിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം. നമസ്കാരം, പേരെന്താണ്? അജീർ. എവിടെ സ്വദേശം എവിടെയാണ്? ലക്ഷദ്വീപിലാണ് കേട്ടോ. നല്ല സുന്ദരമായിട്ടുള്ള സ്ഥലമല്ലേ? അതെ, അടിപൊളിയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ക്രൈസിസും കാര്യങ്ങളൊക്കെ മുന്നേ ഒക്കെ പറയുന്നുണ്ടായിരുന്നു ഈ ലക്ഷദ്വീപുമായി വന്നു. ഇപ്പോൾ അതൊക്കെ ക്ലിയർ ആയിട്ട് ശരിയാവുന്നുണ്ടോ? ക്ലിയർ ആയിട്ടില്ല. ഓക്കെ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കണ്ണൂരേക്ക് വന്നിട്ട് ഇപ്പോൾ കണ്ണൂരോട് പഠിക്കുന്നു തളിപ്പറമ്പ് തളിപ്പറമ്പിൽ പഠിക്കുന്നു. ഓക്കെ, സർസൈദിലാണ് പഠിക്കുന്നത്. നമ്മുടെ ഒരു അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലത്തു നിന്നാണ് ശരിക്കും പറഞ്ഞാൽ അത്ര ഇല്ലെങ്കിൽ പോലും സുന്ദരമായിട്ടൊരു സ്ഥലത്തെ കണ്ണൂരേക്ക് വന്നിരിക്കുന്നത്. എങ്ങനെ ഒരു ഡിഫറൻറ്റ് എന്ന് തോന്നുന്നു? ഒരു ലൈഫിൻ്റെ ഒരു ഡിഫറൻറ്റ് എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. ഫ്രണ്ട്സ് എല്ലാം ഉണ്ടല്ലോ. ഈ ലക്ഷദ്വീപിൽ നിന്ന് വേറെ കുട്ടികളുണ്ടോ? പഠിക്കുന്നുണ്ടോ? എത്ര പേരുണ്ട്? 5-6 പേരുണ്ട്. ആ, ശരി. എങ്ങനെ കോളേജ് പഠനവും കാര്യങ്ങളൊക്കെ? പേര് കേട്ട കോളേജ് അല്ലേ? അല്ലേ? ഇനിയിപ്പോഴാണ് തിരിച്ചിന് വെക്കേഷൻ ടൈം തിരിച്ച് ഡിസംബർ ടൈമൊക്കെ ക്രിസ്മസിന് പോകുന്നുണ്ടല്ലേ? ശരി. അവിടെ ആരൊക്കെ ഉള്ളത് വീട്ടിൽ? ഒരുപാട് ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുള്ള ഒരു സ്ഥലമാണ് ലക്ഷദ്വീപ് എന്ന് പൊതുവെ പറയുന്നത്. അവിടെ കുറെ ഇതുണ്ട്, ഓപ്പർച്യൂണിറ്റീസ് ഗവൺമെന്റ് മേഖലയല്ലേ? ഗവൺമെന്റ് മേഖല. ഓക്കെ, ശരി. നമസ്കാരം, പേരെന്താണ്? മുഹമ്മദ് വി. ഓക്കെ. എവിടെ സ്ഥലം എവിടെയാണ്? വടകരയാണ്. ഓക്കെ. ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ലക്ഷദ്വീപുകാരനെ പരിചയപ്പെട്ടു. അവിടത്തേക്ക് ക്ഷണിച്ചോ? ലക്ഷദ്വീപിലേക്ക് വരണമെന്ന് ക്ഷണിച്ചോ? കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നും പറയാൻ പറ്റത്തില്ല. അല്ല, ഈ ഒരു കാണേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ ലക്ഷദ്വീപ് എന്ന് പറഞ്ഞൊരു അത്രയും സുന്ദരമാണ്. ലൈഫിലൊരിക്കൽ കാണേണ്ട ഒരു സ്ഥലമാണ്. കാരണം ഇവർ സ്ഥിരമായിട്ട് കാണുന്നുണ്ട്, അതിൻ്റെ ഒരു വില എത്രത്തോളം ഒന്നും മനസ്സിലാവത്തില്ല അല്ലേ? പോയവരൊക്കെ പറയുന്നേക്കാം. ഇപ്പോൾ കോളേജിൽ നിന്ന് വന്നിട്ടുണ്ടോ? അവിടത്തേക്ക് വന്നോ? ലക്ഷദ്വീപിലേക്ക് വന്നോ? ആരും വന്നിട്ടില്ല. കൊണ്ടുപോകും. ഈ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് അതിൻ്റെ? അടുത്ത് കൊച്ചി പോയിട്ട് കുറെ പെർമിറ്റ് റെഡിയാക്കാനുണ്ട്. റെഡിയാക്കിയാൽ പിന്നെ ഒരു ദിവസം നമ്മളൊരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന ഒരു സമയത്ത് ഒരു ചേട്ടൻ നമുക്ക് കാണിച്ചു തന്നെ അവിടത്തേക്ക് ലക്ഷദ്വീപിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഈ ഏതോ ഒരു ഏജൻസിൻ്റെ മുമ്പിൽ അത്രയധികം ആൾക്കാർ ഇങ്ങനെ കൂടി നിൽക്കുന്ന ഫോട്ടോസ്, അത് യഥാർത്ഥത്തിലുള്ളതാണോ? അവിടുത്തെ നേറ്റീവ്സ്. ഒരു ഫ്ലൈറ്റ് ഒരു ബോട്ട് മാത്രമേ, ഷിപ്പ് മാത്രമേ പോകുന്നുള്ളൂ അങ്ങനെ എന്തെങ്കിലും? ചില ടൈമിൽ ഷിപ്പിൽ കംപ്ലൈന്റ് ആയാലും ഒറ്റ ഷിപ്പ് ഉണ്ടാവും. അപ്പോൾ അതായിരിക്കും ഇത്ര റഷ് ഉണ്ടാവും അല്ലേ? ആ, ശരി. പിന്നെ എന്തൊക്കെയാ പ്രൊസീജിയേഴ്സ് നമ്മുടെ? പിന്നെ അടുത്ത് പോലീസ് ക്ലിയറൻസ് എല്ലാം വേണം. ഒരു വിസ റെഡിയാക്കുന്ന പോലെ തന്നെ ഒരു പ്രൊസീജിയർ വേണ്ടി വരും. പാസ്പോർട്ടിന്റെ പാസ്പോർട്ടൊന്നും വേണം. ഷിപ്പിൽ ഫ്ലൈറ്റിൽ പോകാൻ ഷിപ്പിൽ അല്ലേ? ശരി. ഒരേ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്നു. ഇപ്പം കണ്ണൂരേക്ക് വന്നത് വെറുതെ ചുമ്മാ ഇന്ന് ക്ലാസ് യൂണിവേഴ്സിറ്റി ആവശ്യത്തിനാണ് അങ്ങനെ വന്നല്ലേ? അപ്പോൾ അങ്ങനെ ഗ്രീൻസിലേക്ക് കയറിയതാണ് പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് അല്ലേ? ശരി. അപ്പോൾ ഞങ്ങളുടെ പ്രോഗ്രാമിൻ്റെ പേര് ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസ് എന്നാണ് പ്രോഗ്രാമിൻ്റെ പേര്. ഓക്കെ. പർച്ചേസിങ്ങിന് വേണ്ടി ചില ആൾക്കാർ ഒരുപാട് സമയം എടുക്കുന്ന ആൾക്കാരുണ്ട്. റേറ്റ് നോക്കി കറക്റ്റ് നോക്കി മനസ്സിലാക്കി പ്രൊഡക്റ്റുകൾ എടുക്കുന്ന ആൾക്കാരുണ്ട്. അത്യാവശ്യം വന്ന് എടുത്ത് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ നമ്മളൊരു ഡിപ്പെൻഡ്, അത് നമുക്ക് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന പോലെ ആയിരിക്കും സമയം എന്ന് പറയുന്നത്. ചില ആൾക്കാർ അരമണിക്കൂർ 1 മണിക്കൂർ എടുക്കും. ചില ആൾക്കാർ 5 മിനിറ്റൊക്കെ എടുത്തിട്ട് വേഗം പോകുന്ന ആൾക്കാരുണ്ട്. ഇവിടെ ഒരു നിശ്ചിത സമയമുണ്ട്, ഒരു 5 മിനിറ്റ് സമയം. ഈ 5 മിനിറ്റ് സമയം നിങ്ങൾക്ക് ഞങ്ങൾ തരും. ഓക്കെ. നിങ്ങൾക്ക് 2 ഭാഗത്തേക്കാണ് നിങ്ങൾ പോകേണ്ടത്. നിങ്ങളുടെ ട്രോളി ഇവിടെ റെഡിയാണ്. നിങ്ങൾക്ക് 2 ഭാഗത്തേക്ക് പോകാം. നിങ്ങൾക്ക് ഈ 5 മിനിറ്റ് സമയത്തിനുള്ളിൽ ഇഷ്ടമുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം.
ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന എന്ത് സാധനം പർച്ചേസ് ചെയ്യാനാണ്? വെറുതെ ഡ്രിങ്ക്സ് എടുക്കാൻ വേണ്ടി. ശരി, ഇഷ്ടമുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഓക്കെ, 5 മിനിറ്റ് സമയത്തിനുള്ളിൽ 2 ക്യാമറ ടീം അംഗങ്ങൾ നിങ്ങളുടെ കൂടെ വരും. 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം? ഈ ട്രോളി ആയിട്ട് ഞങ്ങളുടെ ഈ കൗണ്ടറിലേക്ക് വരാം. അപ്പോൾ അവിടെ ഒരു ഗ്ലാസ് ബോക്സിൽ ഒരു റേറ്റ് എഴുതിയിട്ടുണ്ട് കേട്ടോ, ഒരു എൻവലപ്പിൽ ഒരു അത് എത്രയാണെന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. ഗ്രീൻസിൻ്റെ മാനേജിങ് ടീം എഴുതിയിട്ടിരിക്കുന്ന ഒരു റേറ്റാണ്. എക്സാമ്പിൾ ചിലപ്പോൾ അതൊരു 3000 to 3500 ആയിരിക്കാം. എക്സാമ്പിളാണ്, ചിലപ്പോൾ അതിന് മുകളിലായിരിക്കാം. അപ്പോൾ നമുക്ക് വേണ്ടത് നിങ്ങളിപ്പോൾ എടുത്തു വരുന്ന സാധനങ്ങൾ സെയിം പ്രൊഡക്റ്റുകൾ ഉണ്ടെങ്കിൽ കിലോ വ്യത്യാസം പ്രശ്നമല്ല. സെയിം കിലോ സെയിം കമ്പനിയുടെ പ്രൊഡക്റ്റിൽ ഉണ്ടെങ്കിൽ അത് ഗെയിം ഔട്ടാവും. ബാക്കി വരുന്ന പ്രൊഡക്റ്റുകളുടെ MRP റേറ്റ് കൂട്ടി നോക്കിയിട്ട് വരുന്ന റേറ്റും ഞങ്ങൾ ആ ഗ്ലാസ് ബോക്സിൽ ഇട്ടിരിക്കുന്ന റേറ്റിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ സെയിം വരികയാണെങ്കിൽ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് നൽകാൻ സമയം. ഇതിൽ ചോദ്യങ്ങളോ ഉത്തരവങ്ങളോ ഒന്നുമില്ല. ചുമ്മാ 5 മിനിറ്റ് കൊണ്ട് പർച്ചേസ് ചെയ്യാം. പക്ഷേ ചിന്തിക്കണം, വലിയ പ്രൊഡക്റ്റുകൾ എടുക്കരുത്. കുട്ടി പ്രൊഡക്റ്റുകൾ മാക്സിമം നോക്കിയെടുക്കുക, റേറ്റ് നോക്കിയെടുക്കുക. അപ്പോൾ ഇതിൽ നിങ്ങളൊരു മനഃപ്പുറത്തും കൂടിയുണ്ട്. കാരണം നിങ്ങൾ ഒരേ സാധനങ്ങൾ എടുക്കാനും പാടില്ല, അത് ഗെയിമിൽ നിന്ന് ഔട്ടാവുകയും ചെയ്യും. അപ്പോൾ ഏതാണ്ട് മനസ്സിലായല്ലോ. 5 മിനിറ്റ് സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ് ആ ഗെയിമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. 2 ട്രോളി, ഇവർക്കുള്ള ട്രോളി ഞങ്ങൾ റെഡിയാണ്. അപ്പോൾ ഇവിടുന്ന് ടൈം കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 ഭാഗത്തേക്കായിട്ടാണ് പോകേണ്ടത്. എവിടെ വേണമെങ്കിൽ പോയിട്ട് എന്ത് സാധനങ്ങൾ വേണമെങ്കിലും പർച്ചേസ് ചെയ്യും. നിങ്ങൾക്ക് സെയിം പ്രോഡക്റ്റ് എത്ര വേണമെങ്കിൽ എടുക്കാം. സന്തൂറിൻ്റെ സോപ്പ് ഒരു 10-20 എടുക്കാം, അതിൽ കുഴപ്പമില്ല. പക്ഷേ ഇദ്ദേഹം എടുത്തു കഴിഞ്ഞാൽ അത് ഔട്ടാവും, അത്ര മാത്രം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. അപ്പോൾ 2 പേര് മത്സരിക്കാൻ റെഡിയാണ്. 5, 4. ഇവർക്ക് നൽകിയത് 5 മിനിറ്റ് സമയത്തിന് മുന്നേ. പ്രിയപ്പെട്ട സുഹൃത്ത് നേരത്തെ വന്നു, എനിക്ക് ഇതൊക്കെ മതി എന്ന് പറഞ്ഞിട്ട് വന്നു. മറ്റാൾ കറക്റ്റ് 5 മിനിറ്റ് എടുത്തു. പക്ഷേ ഇവിടെ ആര് പർച്ചേസ് ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. ആര് പർച്ചേസ് ചെയ്യുമ്പോൾ ഈ ഒരു സാധനം ഒഴിവാക്കാറില്ല. കാരണം ഇത് മിക്കവാറും ആൾക്കാർ വന്നാൽ ഫസ്റ്റ് പർച്ചേസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ അണ്ടിപ്പരിപ്പ് എന്ന് പറഞ്ഞാൽ. എന്താണെന്ന് അറിയത്തില്ല കേട്ടോ. ഇതൊക്കെ ഇവിടെ ലക്ഷദ്വീപിലൊക്കെ സുലഭമായിട്ട് കിട്ടത്തില്ലേ? സുലഭമായിട്ട് കിട്ടില്ല, ഇവിടുന്ന് കൊണ്ടുവരുന്ന സംഭവം ഫുൾ എക്സ്പോർട്ടിങ്. അവിടുത്തെ പ്രോഡക്റ്റ് എന്താണ്? അടുത്ത കോക്കനട്ട് അതാണ് അടുത്ത മെയിൻ അല്ലേ? ശരി. അപ്പോൾ 5 മിനിറ്റ് സമയത്തിനുള്ളിൽ ഇവർ പർച്ചേസ് ചെയ്ത സാധനമാണ്. ഇനിയിപ്പോൾ നമുക്ക് ആദ്യ ആൾ വന്ന ആളുടെ ഈ പർച്ചേസ് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റ് റേറ്റ് എത്രയാണെന്ന് നോക്കാം. സെയിം പ്രൊഡക്റ്റിൻ്റെ അത് ഗെയിം ഔട്ടും ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇത് എത്രയാണ് വരിക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പേരെന്തായിരുന്നു?
അജിഷ്ണ. അജിഷ്ണ. ഓക്കെ, അപ്പോൾ അജിഷ്ണ ഇത്രയേ ഉള്ളൂ. പ്രൊഡക്റ്റുകൾ വെക്കുന്നതനുസരിച്ച് സാധാരണ സ്കാൻ ചെയ്താൽ മതി, സേവ് ചെയ്യേണ്ട. സ്കാൻ ചെയ്തിട്ട് റേറ്റ് എത്രയാണെന്നുള്ളത് ടോട്ടൽ പറഞ്ഞാൽ മതി. ഓക്കെ, എന്താ 5642 രൂപയുടെ സാധനമാണ് 5 മിനിറ്റ് കൊണ്ട് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. 5642 രൂപ. ഇനി ഇദ്ദേഹത്തിൻ്റെ പർച്ചേസ് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റുകളുടെ റേറ്റ് എത്ര, അതിൻ്റെ കൂടെ തന്നെ കൂട്ടിക്കോളൂ കേട്ടോ. ഒരു ബോഡി സ്പ്രേയുടെ റേറ്റ് കൂടി മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഏതാണ്ട് 10,713 രൂപ കേട്ടോ. 10,713 രൂപയായി. നിങ്ങൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത് 10,957 പറഞ്ഞോ, 10,957 രൂപയുടെ സാധനമാണ് നിങ്ങൾ 5 മിനിറ്റ് കൊണ്ട് രണ്ടുപേരും കൂടി പർച്ചേസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിനുള്ള റേറ്റ് എത്രയാണ്, നമുക്ക് എഴുതിയിട്ടിരിക്കുന്ന റേറ്റ് എത്രയാണെന്ന് നോക്കാം. 10,957 രൂപയുടെ പ്രൊഡക്റ്റുകളാണ് ഇവർ രണ്ടുപേരും ചേർന്നിട്ട്, സെയിം പ്രൊഡക്റ്റുകൾ വന്നിട്ടില്ല, ഒരു പർച്ചേസ് ചെയ്തിരിക്കുന്നത് 5 മിനിറ്റ് കൊണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഗ്ലാസ് ബോക്സ് പിടിച്ചോ, ഇതിലുള്ള റേറ്റ് എത്രയാണെന്നുള്ളത് നോക്കാം. നിങ്ങൾ 10,957 എന്നുള്ള റേറ്റ് ആണോ ഇതിൻ്റെ ഉള്ളിൽ എഴുതിയിട്ടിരിക്കുന്നത് നമുക്ക് നോക്കാം. മാനേജിംഗ് ടീം എഴുതിയിട്ടിരിക്കുന്ന റേറ്റ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. നോക്കുന്നു, വിജയികളാകുമോ എന്നുള്ളത് നോക്കാം. ഇവർ പർച്ചേസ് ചെയ്തിരിക്കുന്ന, ഇവർ എഴുതിയിരിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 9,000 to 9,700 എന്ന റേറ്റാണ് എഴുതിയിട്ടിരിക്കുന്നത്. 10,957 എന്നുള്ള റേറ്റിനാണ് നിങ്ങൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ചെറിയ വ്യത്യാസം, അതാണ് ഞാൻ വളരെ ചെറിയൊരു വ്യത്യാസം. 9,000 to 9,700 രൂപ എന്നാണ് ഇവർ എഴുതിയിട്ടിരിക്കുന്നത്. കുഴപ്പമില്ല, എന്തായാലും നിങ്ങൾ മത്സരിച്ചു, നന്നായിട്ട് മത്സരിച്ചു. അപ്പോൾ നിങ്ങൾക്കുള്ള ഞങ്ങളുടെ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റിൻ്റെ പ്രോത്സാഹന സമ്മാനങ്ങൾ, 2 പേർക്കുള്ള പ്രോത്സാഹന സമ്മാനമുണ്ട്. ഇതാ 2 പേര് വാങ്ങിച്ചോളൂ. ഇനി പോകുമ്പോൾ ലക്ഷദ്വീപിലേക്ക് പോകുമ്പോൾ എടുക്കത്തില്ല ഇത്, 2 പേർക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലെ അടുത്ത ടീം, ഫൈനൽ ടീമാണ്. ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. അമ്മയുടെ പേരെന്താ? ബിന്ദു. എവിടെ, സ്ഥലം എവിടെയാണ്? കായലോടാണ്. ഓക്കെ, എന്തെങ്കിലും ജോലി ഒന്നും ചെയ്യുന്നുണ്ടോ? സ്പോർട്സ് കൗൺസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ എത്ര വർഷമായി? 4 വർഷം. ജോലിയൊക്കെ നന്നായിട്ട് പോകും. അപ്പോൾ ഇന്ന് ഡ്യൂട്ടി ഉണ്ടായിരുന്നില്ല? ഡോക്ടറെ അടുത്ത് പോകേണ്ട ആവശ്യമില്ല. പേരെന്താണ്? ശ്രീഗംഗ. എന്ത് ചെയ്യുന്നു? ഞാൻ +2. എവിടെ പഠിക്കണേ? AKG പിണറായി. എപ്പോഴും 100% മാത്രം വിജയമുള്ളൊരു അല്ലേ? അടിപൊളി. ശരി. അവിടെ എത്രാം ക്ലാസ് മുതലായിരുന്നു ഉണ്ടായത്? ഞാൻ +1. അതിന് മുന്നേ എവിടെയായിരുന്നു? മുന്നേ തുക്കിലങ്ങാടി ഹൈ സെക്കൻഡറി. ശരി. സാധാരണ പർച്ചേസിങ് എന്ന് ഇപ്പോൾ എന്ത് സാധനം പർച്ചേസ് ചെയ്യാൻ വന്നേക്കണേ ഇവിടെ? സാധാരണ പർച്ചേസിങ് എന്നുള്ളൊരു ചിന്ത വരുന്ന സമയത്ത് ഗ്രീൻസിൽ തന്നെയാണോ പൊതുവെ വരാറ്, അല്ല സൗകര്യം നോക്കിയിട്ടാണോ വരുന്നത്? എങ്ങനെയാണ്? അല്ല, ഇപ്പൊ സൗകര്യം നോക്കിയിട്ട് വന്നതാണ്. മുന്നേ വന്നിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ടോ ഇവിടെ? ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഗ്രീൻസിലേക്ക് വരുന്നത്. ഇപ്പം വാങ്ങിച്ചോ, സാധനങ്ങൾ വാങ്ങിച്ചോ? വാങ്ങിക്കാൻ പോകുന്ന സമയത്താണ് നമ്മുടെ ഇതിൽ പെട്ടത് അല്ലേ? ശരി. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പ്രോഗ്രാമിൻ്റെ ഒന്നും കൂടി ഞാൻ പറയുകയാണ്. പ്രോഗ്രാമിൻ്റെ പേര് പ്ലസ് ഓർ മൈനസ് എന്നാണ്. 5 മിനിറ്റ് സമയം. ഇപ്പോൾ ലേഡീസിന് വന്നു കഴിഞ്ഞാൽ എത്ര സമയം കൊണ്ട് പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാമെന്ന് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഒരു അരമണിക്കൂറാവും, 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണോ വീട്ടിലേക്കുള്ള? ശരി, നോക്കിയോ, പ്രൊഡക്റ്റ് നോക്കിയോ? ശരി. അപ്പോൾ 5 മിനിറ്റ് സമയം കൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഗെയിമിൻ്റെ ഒരു പൊരുൾ എന്ന് പറയുന്നത്. ഓക്കെ, 5 മിനിറ്റ് സമയം. പക്ഷേ നിങ്ങൾ രണ്ടുപേരും 2 ഭാഗത്തേക്കാണ് പോകേണ്ടത്. സാധാരണ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത് അമ്മയായിട്ട് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു മനപ്പൊരുത്തം കൂടിയുണ്ട് ഇവിടെ. കാരണം നിങ്ങൾ എടുക്കുന്ന പ്രൊഡക്റ്റുകൾ, അതായത് സെയിം പ്രൊഡക്റ്റുകൾ എടുത്തു കഴിഞ്ഞാൽ അത് ഗെയിമിൽ നിന്ന് ഔട്ടാവും. കിലോ വ്യത്യാസം വന്നാൽ പ്രശ്നമില്ല. സെയിം പ്രൊഡക്റ്റ് സെയിം കിലോ വരികയാണെങ്കിൽ അത് ഗെയിമിൽ നിന്ന് ഔട്ടാവും. ബാക്കി വരുന്ന MRP റേറ്റ് കൂട്ടി നോക്കിയിട്ട് നമ്മളൊരു ഗ്ലാസ് ബോക്സിൽ ഒരു റേറ്റ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, കണ്ടോ?
ഓക്കെ, അതിൽ എത്ര റേറ്റ് എന്നുള്ളത് ഞങ്ങൾക്കൊന്നും അറിയത്തില്ല. ഗ്രീൻസിൻ്റെ അവർ ഇട്ടിരിക്കുന്ന റേറ്റാണ്. നിങ്ങൾ കൊണ്ടുവരുന്ന റേറ്റ് MRP ടോട്ടൽ കൂട്ടി നോക്കിയിട്ട് ആ ഗ്ലാസ് ബോക്സിൻ്റെ ഉള്ളിൽ എഴുതിയിട്ടിരിക്കുന്ന റേറ്റും താരതമ്യം ചെയ്ത് നോക്കിയിട്ട് അത് ഏതാണ്ട് സെയിം ആണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഗ്രീൻസ് നൽകുന്ന ഗംഭീര സമ്മാനമുണ്ട്. ഇനി അല്ലെങ്കിൽ ഒരു പ്രോത്സാഹന സമ്മാനങ്ങൾ. അപ്പോൾ ചുമ്മാ ഒന്ന് മത്സരിച്ച് നോക്കാം. ഒരു 5 മിനിറ്റത്തെ കേസല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവർക്കുള്ള ട്രോളി റെഡിയാക്കാൻ പോവാണ്. ഇതാ ബാക്കിൽ ട്രോളി റെഡിയാണ്. അപ്പോൾ ഇവർക്കുള്ള ഒരു അപ്പോൾ ഇവിടുന്ന് ടൈം സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇവിടുന്ന് പോവുക, ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് എടുക്കാം. ഓക്കെ, അപ്പോൾ 5 4 3 2 1 0. 5 മിനിറ്റ് സമയമുണ്ട്. സാവധാനം പർച്ചേസ് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ 5 മിനിറ്റ് സമയത്തിനുള്ളിൽ ഇപ്പോൾ ഇതാ അമ്മയും മോളും കൂടിയിട്ട് പർച്ചേസ് ചെയ്തിരിക്കുന്ന സാധനങ്ങൾ കൂടുതലൊന്നുമില്ല, എന്നാൽ അല്പം കുറവല്ല. അപ്പോൾ നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം. ഇതാ ആളെടുത്തിരിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ റേറ്റ് എത്ര, MRP റേറ്റ് എത്രയാണ് നോക്കാം. സെയിം പ്രൊഡക്റ്റ് ഉണ്ട്, നമുക്കിത് ഗെയിം ഒന്ന് ഔട്ടാക്കാം. ഓക്കെ, അപ്പോൾ കൂട്ടുകാരി പർച്ചേസ് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റ് അവിടെ വെച്ചോളേ. 5 മിനിറ്റ് സമയത്തിനുള്ളിൽ കൂട്ടുകാരി പർച്ചേസ് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റാണ് ഇപ്പോൾ റേറ്റാണ് ഇപ്പോൾ കൂട്ടി നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഏതാ ഗ്രൂപ്പ് എടുത്തിരിക്കുന്നത്? ഏതാ ഗ്രൂപ്പ്? ബയോളജി സയൻസ് എടുത്തിരിക്കുന്നത്. വീട്ടിൽ വേറെ ആരൊക്കെയാ? വീട്ടിൽ സിസ്റ്റർ ഉണ്ട്. ആളെന്ത് ചെയ്യുന്നു? 9th പഠിക്കുക. എവിടെ? അവിടെ തന്നെ അല്ല, കുത്തർ ഹൈസ്കൂൾ. സ്വന്തം സ്ഥലം എവിടെയാന്ന് പറഞ്ഞത്? കായലോട്. ഇതൊക്കെ ശരിക്കും യഥാർത്ഥത്തിൽ വീട്ടിലേക്ക് വാങ്ങിക്കണം എന്ന് ആഗ്രഹിച്ച സാധനങ്ങളൊക്കെ ആയിരുന്നു ഇതൊക്കെ? ഞാൻ വാങ്ങിച്ചത്. ഇപ്പൊ തന്നെ ഏതാണ്ട് 1812 രൂപേൻ്റെ ആയിട്ടോ. അങ്ങനെയുള്ളൂ. അപ്പൊ ശരിക്കും സാധാരണ പർച്ചേസ് ചെയ്യാൻ പോകുന്ന സമയത്ത് മോളെ കൂട്ടി പോറില്ലേ? അതല്ലേ. അല്ല, ഇതൊക്കെ പഠിച്ച് ജോലിയൊക്കെ നേടിക്കഴിഞ്ഞാൽ നമുക്ക് അതൊക്കെ തിരിച്ചു കിട്ടൂലേ അല്ലേ? അപ്പൊ പർച്ചേസ് ചെയ്യാൻ പോകുന്ന സമയത്ത് ചേച്ചി നന്നായിട്ട് നല്ല ഹൈ റേറ്റ് നോക്കിയിട്ട് എടുത്താൽ മതി. ഇപ്പോൾ ഏതാണ്ട് 2542 രൂപയായി. ഇനി ജസ്റ്റ് 2 പ്രൊഡക്റ്റ് മാത്രമേ ഉള്ളൂ. 2651. അല്ല, ഈ 5 മിനിറ്റ് കൊണ്ട് പർച്ചേസ് ചെയ്യുമ്പോൾ അങ്ങനെ കൺഫ്യൂഷൻ അങ്ങനെയൊന്നും തോന്നാറ്? ചെറിയ സമയത്ത് ഒരുപാട് സാധനങ്ങൾ അല്ലേ? 3184. ലാസ്റ്റ് 3268 രൂപയുടെ സാധനമാണ് മോള് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഇനി ചേച്ചി പർച്ചേസ് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റ് എത്രയാണ് നമുക്ക് നോക്കാം.
ഒരു ഗ്ലാസ് ബോക്സിൽ ഒരു റേറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. അത് ഗ്രീൻസിൻ്റെ ടീം എഴുതി വെച്ചതാണ്. അതിൽ റേറ്റ് എത്രയാണെന്നുള്ളതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. ഓൾമോസ്റ്റ് സെയിം പ്രൊഡക്റ്റ് ഇല്ല. രണ്ടുപേരും രണ്ട് ഭാഗത്തേക്കല്ലേ പോയത്? ഉണ്ട്. സാധാരണ ഇങ്ങനെ ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ എത്ര പൈസേൻ്റെ ഒക്കെ ഇപ്പോൾ ആവശ്യത്തിന് മാത്രം വാങ്ങിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഒരാഴ്ചത്തേക്ക് അല്ലെങ്കിൽ ഒരു മാസത്തേക്കൊക്കെ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ ഇത് വാങ്ങിക്കുന്നത് എങ്ങനെയാണ്? അത് കഴിയുന്നതനുസരിച്ച് വാങ്ങിക്കാനോ ആവശ്യം വരുമ്പോൾ അങ്ങനെ അങ്ങനെ വാങ്ങിക്കും, ബൾക്കായിട്ട് വാങ്ങിക്കും. ഓക്കെ, ഇതിൽ ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ വരുന്ന സമയം അല്ലേ? ശരി ശരി. ഏതാണ്ട് 3909 അല്ല, ടോട്ടൽ റേറ്റ് കൂട്ടിയിട്ട് 3943 4396 രൂപയുടെ പർച്ചേസിംഗ് ആണ് നിങ്ങൾ രണ്ടുപേരും കൂടി നടത്തിയത്. അതായത് ഈ പ്ലസ് ഓർ മൈനസ് എന്ന് പറയുന്ന പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യമായിട്ട് ഏറ്റവും കുറഞ്ഞ റേറ്റ് എന്ന് പറയുന്നത് ഇത്രയാണ്. പൊതുവെ 15,000, 12,000, 8,000, 9,000 ഒക്കെയാണ് വരാറ്. പക്ഷേ നിങ്ങൾ രണ്ടുപേരും കൂടി പർച്ചേസ് ചെയ്തിരിക്കുന്നത് 4396 രൂപയുടെ സാധനമാണ് നിങ്ങൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് വേണ്ടത് ഈ ഗ്ലാസ് ബോക്സിൽ ഗ്രീൻ സൈപ്പർ മാർക്കറ്റിൻ്റെ മാനേജിംഗ് ടീം എഴുതിയിട്ടിരിക്കുന്ന റേറ്റ് എത്രയാണെന്നുള്ളത് നോക്കാം. 4396 രൂപ. ഓക്കെ, ഇതിൽ എഴുതിയിട്ടിരിക്കുന്ന റേറ്റ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. അത് ആ റേറ്റും ഇത് നമ്മൾ നോക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലാണ് വരുന്നതെങ്കിൽ ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് നൽകുന്ന സമ്മാനമുണ്ട്. അപ്പോൾ ഈ എൻവലപ്പിൽ എഴുതിയിട്ടിരിക്കുന്ന ഈ പേപ്പറിൽ എഴുതിയിട്ടിരിക്കുന്ന റേറ്റ് എത്രയാണെന്ന് നോക്കാൻ പോകുന്നു. 4396 രൂപയാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത് 5 മിനിറ്റ് കൊണ്ട്. ഇതിൽ എഴുതിയിട്ടിരിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് മിസ്സാട്ടോ, 5000 to 5700 എന്നാണ് എഴുതിയിരിക്കുന്നത്. 5000 to 5700, ഏതാണ്ട് 600-700 രൂപേൻ്റെ ഒരു വ്യത്യാസം. കുഴപ്പമില്ല, 5000 to 5700 എഴുതിയിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ എഴുതിയിരിക്കുന്നത് 4000 സംതിങ് രൂപയുടെ സാധനമാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. കുഴപ്പമില്ല, എന്തായാലും മത്സരിച്ചു, സന്തോഷം. വേറൊരു കാര്യം, നമ്മുടെ ഈ പ്രോഗ്രാം തുടങ്ങിയിട്ട് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ പർച്ചേസ് ചെയ്തിരിക്കുന്ന ഇത് ഇവരാണ് കേട്ടോ. അതൊരു വലിയൊരു കാര്യമാണ്, അല്ലെങ്കിൽ വലിയ ബക്കറ്റൊക്കെ എടുത്ത് വരും. കുഴപ്പമില്ലേ, ഞങ്ങളുടെ ശരി പ്രോത്സാഹന സമ്മാനം. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ സാധനമൊക്കെ എടുത്തില്ലേ? 2 രൂപയുടെ വാങ്ങി എടുക്കണം അല്ലേ? അപ്പോൾ അത് കേട്ടോ, താങ്ക് യു സോ മച്ച്. ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ് പ്ലസ് ഓർ മൈനസ് എന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ചിലപ്പോഴെങ്കിലും ഒരുപാട് വലിയ ഗെയിമുകൾ ആ രീതിയിലൊന്നുമില്ല. വളരെ ചെറിയ ഒരു 5 മിനിറ്റ് കൊണ്ടുള്ള ഒരു ചെറിയൊരു ഗെയിം ഷോ ആണ്. അതും ഒരുപാട് സമയമല്ല, നിശ്ചിത സമയത്തിനുള്ളിൽ ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു ഉള്ളടക്കം എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ സമയം അവസാനിക്കുകയാണ്. നല്ല നല്ല വിജയികളെ തേടിയുള്ള യാത്രയാണ്. ഒരു ചെറിയ സമയം കൊണ്ട് ഒരു സൗഹൃദത്തിൻ്റെ, ഒരു സാഹോദര്യത്തിൻ്റെ, ഒരു മനപ്പൊരുത്തം കൂടിയാണ് ഒരു ഗെയിം എന്ന് പറയുന്നത്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൻ്റെ സമയം അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. തൽക്കാലം ഇവിടെ പറയുന്നു ബൈ ഫ്രം സുമിത് രാഘവ്. ടേക്ക് കെയർ, ബൈ.